ശ്രീ കൃഷ്ണദാസ് നോക്കൂ, യൂണിവേഴ്സിറ്റി നിയമങ്ങളും സുപ്രീം കോടതി വിധിയും മറികടന്ന് വിളിച്ചു ചേർത്ത യോഗമാണ്. അപ്പോൾ ആ യോഗത്തിൽ നിയമലംഘനം ഉണ്ടായി എന്ന് പ്രോ ചാൻസലർ പറയുക എന്നതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. ചാൻസലർക്ക് അതിൽ ആക്ഷേപമുണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാം, അല്ലെങ്കിൽ വസ്തുത അധിഷ്ഠിതമായി അതിനെ ചോദ്യം ചെയ്യാം. ഇത് അതിനെയൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ വ്യക്തി അധിക്ഷേപം, ക്രിമിനലുകൾ എന്ന പോലെയുള്ള പരാമർശം, എവിടേക്കാണ് ഗവർണറുടെ പോക്ക്? അല്ല, ക്രിമിനൽ നടപടി അല്ലെങ്കിൽ തെറ്റായ നടപടി, ക്രിമിനൽ നടപടി എന്ന് പറയുന്നത് നിയമത്തിന് വിരുദ്ധമായി, നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം ചെയ്താൽ അതിനെ ക്രിമിനലായി, തെറ്റായി എന്ന് പറയുന്ന ഒരു നടപടിക്രമമാണ് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിനകത്തുള്ളത്. അത് ആര് നിയമവിരുദ്ധമായി, റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെതിരായി, ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അതൊരു ക്രിമിനൽ നടപടി തന്നെയാണ്. ക്രിമിനൽ വിളിക്കാനും മാത്രം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ ചാൻസലർ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ പ്രോ ചാൻസലറെ. അപ്പോൾ അങ്ങനെ വിളിക്കാൻ മാത്രമുള്ള എന്ത് നടപടിയാണ്, എന്ത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ഉണ്ടായത്? അല്ല, കണ്ണൂർ സർവകലാശാലയിൽ പ്രോ ചാൻസലറുടെ ഇടപെടൽ ചാൻസലറുടെ നിയമനവും വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നത് തെറ്റാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞില്ലേ? നിരവധി സർവകലാശാലകളിൽ പ്രോ ചാൻസലർമാരുടെ ഇടപെടൽ അത് തെറ്റായ നടപടിക്രമമാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണ്ണൂർ സർവകലാശാലയുടെ. കൃഷ്ണദാസ് നോക്കൂ, ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് ഇന്നലെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ആ വിഷയത്തിൽ ഊന്നിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രോ ചാൻസലറെ ഈ നിലയിൽ അധിക്ഷേപിച്ചത്. അതിലേക്ക് വരൂ, അവിടെ എന്താണ് നിയമവിരുദ്ധമായ നടപടി നടന്നത്? അല്ല, അത് ബഹുമാനപ്പെട്ട ഗവർണർ പരിശോധിച്ച് അദ്ദേഹം തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. അതിൽ തീരുമാനമെടുക്കാനോ അതിൽ അഭിപ്രായം പറയാനോ നിലവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അത് തീരുമാനമെടുക്കുക എന്ന് പറയുന്നതോ അതിലൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ശരിയായൊരു നടപടിയാണ്. ശരി, തീരുമാനമെടുക്കണ്ട. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രോ ചാൻസലർ എന്ന നിലയിൽ നടത്തിയ ഇടപെടലിനെ ബിജെപിയോ താങ്കൾ വ്യക്തിപരമായോ ഒരു നിലയിലും അതിൽ നിയമലംഘനം ഉണ്ട് എന്ന് കരുതുന്നില്ല എന്നാണോ? ഗവർണറുടെ ആക്ഷേപത്തിനപ്പുറം, ഗവർണറുടെ ആക്ഷേപം അവിടെ നിൽക്കുന്നു, അതങ്ങനെ നിൽക്കട്ടെ, അതിനെ ബിജെപി ഓൺ ചെയ്യുന്നില്ല എന്നാണോ? അക്ഷിത, ഞാൻ പറഞ്ഞത് മറിച്ചല്ലേ. ഗവർണർ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ ഗവർണറുടെ തീരുമാനം ഗവർണർ എന്നുള്ള നിലക്കല്ല, ചാൻസലർ എന്നുള്ള നിലക്ക് അദ്ദേഹം എടുക്കുന്ന തീരുമാനമാണ് അന്ത്യം. അതിൽ മറ്റൊരാൾക്കും അഭിപ്രായം പറയാനോ തീരുമാനമെടുക്കാനോ കഴിയില്ല. അത് പ്രോ ചാൻസലർക്ക് പോലും കഴിയില്ല എന്നാണ് കണ്ണൂർ സർവകലാശാലയുടെ കേസിൽ, ശ്രീ ഗോപിനാഥ് രവീന്ദ്രനുമായി ബന്ധപ്പെട്ട കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സൂചിപ്പിച്ചത്. ശ്രീ കൃഷ്ണദാസ് നോക്കൂ, ഇവിടെ ഇപ്പോൾ കേരള സർവകലാശാല യോഗത്തിൽ ചാൻസലറുടെ അഭാവത്തിൽ വൈസ് പ്രോ ചാൻസലർ ആ യോഗത്തെ ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ യോഗത്തെ അതിൽ അധ്യക്ഷത വഹിക്കുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ ആക്ഷേപം ഉന്നയിക്കുന്നത്. ആ വിഷയത്തിൽ എന്താണ് നിലപാട്? അല്ല, അങ്ങനെ ഒരു അധികാരം ഉപയോഗിക്കാൻ ചാൻസലർക്ക് അധികാരത്തെ കൈയാളാൻ പ്രോ ചാൻസലർക്ക് കഴിയില്ല. അത് നിങ്ങൾ തെറ്റായി ധരിപ്പിക്കേണ്ട. വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കേണ്ട ഒരു യോഗം, അതല്ലെങ്കിൽ ചാൻസലർ അധ്യക്ഷത വഹിക്കേണ്ട ഒരു യോഗം, ആ യോഗത്തിൽ ചാൻസലർ ഇല്ല, അല്ലെങ്കിൽ ചാൻസലറുടെ പ്രതിനിധിയായി ഞാനാണ് അധ്യക്ഷത വഹിക്കുന്നത് എന്ന് പറയാൻ പ്രോ ചാൻസലർക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ആക്ട് ചാപ്റ്റർ 3 സെക്ഷൻ 8(2) in the absence of the chancellor or during his inability to act, the pro chancellor shall exercise all the power and perform all the functions of the chancellor എന്ന് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്താണ്? അവിടെയാണ് ഒരു പ്രത്യേക കാര്യം കാണേണ്ടത്. ചാൻസലർ ആ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇനി അഥവാ പങ്കെടുക്കുന്നില്ലെങ്കിലോ, ചാൻസലറുടെ പ്രതിനിധിയായി ചാൻസലർക്ക് പകരമായി പങ്കെടുക്കണമെങ്കിൽ ചാൻസലറുടെ അനുമതി വേണ്ടേ? വേണമെന്ന് നിയമത്തിൽ പറയുന്നില്ല. ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി ചാൻസലർ ഓർ ഡ്യൂറിംഗ് ഹിസ് ഇനബിലിറ്റി ടു ആക്ട്, the pro chancellor shall exercise all the power and perform all the functions of the chancellor എന്നേ പറയുന്നുള്ളൂ. ചാൻസലറുടെ അനുവാദം വേണമെന്ന് പറയുന്നില്ല. ചാൻസലർ പ്രോ ചാൻസലറെ പറഞ്ഞു വിടണം എന്നും പറയുന്നില്ല. ഇവിടെ ചാൻസലർ പങ്കെടുത്തിട്ടില്ല, പ്രോ ചാൻസലർ അധ്യക്ഷത വഹിക്കുന്നു. എന്താണ് നിയമവിരുദ്ധം? അത് അക്ഷിതയെ അത് വായിച്ചതിന് ശേഷം മനസ്സിലാക്കിച്ചു തന്ന ആരുടെയോ കുഴപ്പത്തിന്റെ പ്രശ്നമാണ് അക്ഷിത അങ്ങനെ പറയുന്നത്. അല്ല, ഇത് ആരും മനസ്സിലാക്കിച്ചു തരണ്ടല്ലോ ശ്രീ കൃഷ്ണദാസ്. ഇത് നോക്കൂ, ഇത് നമ്മുടെ മുന്നിൽ നിയമമായി ഉണ്ട്, ആക്റ്റായി ഉണ്ട്. ഞാൻ അതിൽ വായിക്കുന്നു. അതിൽ
ചാൻസലർ ഇല്ലെങ്കിൽ പ്രോ ചാൻസലർക്ക് അധ്യക്ഷത വഹിക്കാൻ ചാൻസലർ ചുമതലപ്പെടുത്തണമെന്ന് ഈ ആക്ടിൽ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ആക്ടാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നതെങ്കിൽ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ യോഗത്തിൽ ചാൻസലർ പങ്കെടുക്കും എന്നൊരു തീരുമാനമുണ്ടോ? പ്രോ ചാൻസലർ പങ്കെടുക്കുമെന്നൊരു തീരുമാനമുണ്ടോ? അങ്ങനെ ഒരു തീരുമാനമുള്ളപ്പോൾ ഉണ്ടെങ്കിൽ ചാൻസലർ വരാൻ വൈകുന്നു അല്ലെങ്കിൽ ചാൻസലർ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ പ്രോ ചാൻസലറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പങ്കെടുക്കാം. അല്ലാതെ സെനറ്റ് യോഗത്തിൽ കേരളത്തിലെ മറ്റ് സർവകലാശാലകളിൽ സെനറ്റ് യോഗത്തിൽ പ്രോ ചാൻസലർ പങ്കെടുക്കുന്നുണ്ടോ? എല്ലാ യോഗത്തിലും പ്രോ ചാൻസലർ ഉണ്ടോ? എല്ലാ യോഗത്തിലും ചാൻസലർ ഉണ്ടോ? അപ്പോൾ ചാൻസലർ ഉണ്ടെങ്കിലും പ്രോ ചാൻസലർ ഉണ്ടെങ്കിലും അതിനെ സംബന്ധിച്ച് ഒരു വിവക്ഷ വേണ്ടേ? ആക്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർക്ക് പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് സാഹചര്യത്തിൽ, എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ പ്രോ ചാൻസലർ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെയും എല്ലാ സെനറ്റ് യോഗത്തിലും പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയും ഇതിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ. ഈ അഭാവം എന്ന് വിശേഷിപ്പിക്കുന്നതിനെ കൂടുതൽ വിശദീകരിച്ചിട്ടുമില്ലല്ലോ ഈ വകുപ്പിൽ അല്ലെങ്കിൽ ഈ നിയമത്തിൽ. അപ്പോൾ ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർക്ക് പങ്കെടുക്കുന്നതിൽ ശ്രീ മുരളീധരൻ, ഇപ്പോൾ ഈ ആക്ട് വായിച്ചു നോക്കുമ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത്. ശ്രീ കൃഷ്ണദാസ് പറയുന്നത് പ്രകാരം അങ്ങനെയല്ലാത്ത ഒന്ന് അവിടെ നടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊന്നും ഞാൻ വരാം കൃഷ്ണദാസ്, ഒരു മിനിറ്റ് അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് പോകാമല്ലോ. മുരളീധരൻ പൂർത്തിയാകട്ടെ അക്ഷിത. ശ്രീ ജി മുരളീധരൻ കേൾക്കുന്നുണ്ടോ താങ്കൾ? അതെ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ശരി, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ കൃഷ്ണദാസ് പറഞ്ഞോളൂ, പൂർത്തിയാക്കിക്കോളൂ ആ പോയിന്റ്. കേൾക്കുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ചാൻസലർ ഉണ്ടാവണമെന്നുള്ള യോഗം അല്ലെങ്കിൽ പ്രോ ചാൻസലർ ഉണ്ടാകണമെന്നുള്ള യോഗം, അങ്ങനെയുള്ള യോഗത്തിൽ ചാൻസലർ ഇല്ലെങ്കിൽ ചാൻസലറുടെ അനുമതിയോടുകൂടി പ്രോ ചാൻസലർക്ക് പോകാം, പങ്കെടുക്കാം. ഈ ചാൻസലർ ഉണ്ടാകേണ്ട യോഗം പ്രോ ചാൻസലർ ഉണ്ടാകേണ്ട യോഗം എന്നൊരു മാനദണ്ഡം അതാരാണ് തീരുമാനിക്കേണ്ടത്? അപ്പോൾ കൃഷ്ണദാസ്, സെനറ്റ് യോഗത്തിൻ്റെ മിനിറ്റ്സ് ആരാണോ തയ്യാറാക്കുന്നത് അവരാണ് ചാൻസലർ ഉണ്ടാകുമോ പ്രോ ചാൻസലർ ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നേരത്തെ ചാൻസലറെ അറിയിച്ചിട്ടുണ്ട്, ചാൻസലർ പങ്കെടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിക്കാൻ പ്രോ ചാൻസലർക്ക് അധികാരമുണ്ടോ എന്നുള്ളത് സർവകലാശാലകളെ സംബന്ധിച്ച് ഒരു തരത്തിലും പറയുന്നില്ല. അങ്ങനെ പറയണമെങ്കിൽ, ആ അധികാരം പ്രയോഗിക്കണമെങ്കിൽ ചാൻസലർ പറയണം. അതുകൊണ്ടാണ് പ്രൊഫസർ രവീന്ദ്രനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമത്തിൽ പ്രോ ചാൻസലർ ഇടപെടാനേ പാടില്ല, ഇടപെട്ടത് തന്നെ തെറ്റാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി. ഇവിടെ ഗവർണറും BJP എല്ലാവരും ചെയ്യുന്നത് ഇതാണ്. അതായത് ഈ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ ആക്ടിലെ ചില ഭാഗങ്ങളും കേരള യൂണിവേഴ്സിറ്റി ആക്ടിലെ ചില ഭാഗങ്ങളും നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് KTUVC നിയമനത്തിൽ ഉണ്ടായ കാര്യം അതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ഓൺ ചെയ്യുന്നു. പക്ഷേ അപ്പോൾ മറ്റേത് ഇതല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയുന്നു. അവിടെയാണ് പ്രശ്നം.